നിങ്ങൾ എല്ലാവരും ഭക്ഷണമല്ലേ കഴിക്കുന്നത്? അല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താണ് ABC ജ്യൂസ് വീട്ടിലിങ്ങനെ കലക്കി കലക്കി തരുന്നുണ്ട് ബുദ്ധി വെക്കാനായിട്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സബ് ജില്ലാ സ്റ്റേറ്റ് കലോത്സവം നടത്തുന്ന കോർഡിനേറ്റേഴ്സിനെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ്, വിവരം, ബുദ്ധി, വിവേകം ഉണ്ടെങ്കിൽ ഒരേ ദിവസം നിങ്ങൾ സബ് ജില്ല എല്ലായിടത്തും വെക്കില്ല. ഇപ്പൊ കൊല്ലംകോട് ആയിക്കോട്ടെ, നമ്മുടെ ചിറ്റൂർ ആയിക്കോട്ടെ, ഒറ്റപ്പാലം ആയിക്കോട്ടെ, നമ്മുടെ പാലക്കാട് ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാ സബ് ജില്ലയും ഒരു ദിവസം കൊണ്ടുവന്ന് വെക്കാതെന്താ വേറെ വലുതാ? ഇത് പഠിപ്പിച്ച് തീരണം. കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് സമയം വേണം. ഇതേ ആൾക്കാരായിരിക്കും അടുത്ത സബ് ജില്ലയിൽ പോയിട്ട് മത്സരിക്കാൻ പോകുന്നത്, പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം തന്നെയാണ്. പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സിന് വലിയൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ കൊണ്ട് സബ് ജില്ല എല്ലാ ദിവസവും എല്ലായിടത്തും ഒരേപോലെ കൊണ്ടുവച്ചിട്ടുള്ളത്. അതുപോലെ ജില്ല ആയിക്കോട്ടെ, എല്ലാ ജില്ലയിലും ഒരു ദിവസമായിരിക്കും കൊണ്ടുവയ്ക്കുക. ഈ കലാകാരന്മാർ പറയുന്ന സംഭവം എല്ലാ ജില്ലയിലും, എല്ലാ പഞ്ചായത്തും, എല്ലാ സബ് ജില്ലയിലും ഒന്നോ രണ്ടോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നല്ല പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവരെ എല്ലാ സ്കൂളുകാരും വിളിക്കും. അപ്പൊ നമ്മൾക്ക് അവിടെ പോയി പഠിപ്പിക്കണം. പല പല പാട്ടുകൾ, മാർഗംകളി ആയിക്കോട്ടെ, തിരുവാതിര ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ, നമ്മുടെ ക്ലാസിക്കൽ ആയിക്കോട്ടെ, ഒപ്പന ആയിക്കോട്ടെ, മറ്റുള്ള മത്സരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിലും സമയമെടുക്കും. അപ്പൊ നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച്, അല്ലെങ്കിൽ ഇന്ന് ചിറ്റൂർ സബ് ജില്ല വെക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് ഒറ്റപ്പാലം സബ് ജില്ല വെക്കണം. അത് കഴിഞ്ഞിട്ട് പാലക്കാട് സബ് ജില്ല വെക്കണം. അങ്ങനെയാണ് വെക്കേണ്ടത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവെക്കുന്നത് ആദ്യമായിട്ടാണ് ഇന്ന്. അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഗ്യാപ്പ് തരും, അതുമില്ല. ഒരു സബ് ജില്ല കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത സബ് ജില്ലയ്ക്ക് നിങ്ങൾ ഡേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ. വിവരം കൂടിയത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്? അല്ല, വിവരം ഇല്ലായ്മയാണോ? സത്യം പറഞ്ഞ വിവരം ഇല്ല എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. ഈ സബ് ജില്ല ആയിക്കോട്ടെ, ജില്ല ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, അതിന്റെ കോർഡിനേറ്റേഴ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ MP, MLA, പ്രസിഡന്റ്, അതിനുള്ള സംവിധായകര്, ബാക്കി എല്ലാവരിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ഇത് വളരെ മോശം പ്രവൃത്തിയാണ്, വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. നിങ്ങൾ സ്കൂളുകാരന്റെയും ടീച്ചേഴ്സുമാരുടെയും മാത്രം സൗകര്യം നോക്കരുത്. ഇത് പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുന്ന ഡാൻസ് ടീച്ചർ അല്ലെങ്കിൽ ഡാൻസ് സാർമാരിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഈ ആനുവൽ ഡേ ഈ കോമ്പറ്റീഷൻ വേണ്ട. എല്ലാ സ്കൂളിലും ആനുവൽ ഡേ മാത്രം കൊണ്ടു നടക്കുക. കോമ്പറ്റീഷൻ നടന്നിട്ട് വലിയ കാര്യമില്ല. ഒരു സ്കൂൾ, ഒരു ജില്ലയിൽ ഒരു സ്കൂൾ പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കും, ആ സ്കൂൾക്ക് പ്രൈസും കൊടുക്കും. കഴിവുള്ള ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും, ഞാൻ സബ് ജില്ല തൊട്ട് സ്കൂൾ, സബ് ജില്ല, സ്റ്റേറ്റ് വരെ ജഡ്ജ്മെന്റിന് പോകാറുള്ളതാണ്, പോയി ഇരുന്നിട്ടുള്ളതാണ്. 5-6 വർഷമായിട്ട് ഞാൻ സബ് ജില്ല ആയിക്കോട്ടെ, ജില്ല ആയിക്കോട്ടെ, ഒന്നിനും പോകാറില്ല, അധികം പോകാറില്ല. എന്നാലും നമ്മളുടെ ജില്ല, ഈ അടുത്തുള്ള ജില്ലക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി ഇരിക്കാറുണ്ട്. അത് എന്റെ ഓപ്പോസിറ്റ്, എന്റെ ഒപ്പം ഇരിക്കുന്ന ആൾക്കാർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ ഞാൻ അന്വേഷിച്ചേ പോയിരിക്കുള്ളൂ. ഈ ജഡ്ജ്മെന്റിന് വരുന്ന ആൾക്കാർക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. സിനിമാറ്റിക് ഒക്കെ പഠിച്ച ആൾക്കാരാണ് അവിടെ കൊണ്ടുവന്നിട്ട് ക്ലാസിക്കലിന് ഇരുത്തുന്നത്, അതേപോലെ ഗ്രൂപ്പിന് ഇരുത്തുന്നത്. ഒരു കഴിവും ഒരു വിവേകവും ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആൾക്കാരെയാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ ജഡ്ജ്മെന്റിന് കൊണ്ടുവന്ന് ഇരുത്തുന്നതും. വളരെ മോശമായ പ്രവൃത്തിയാണ്. കോർഡിനേറ്റേഴ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ് ജില്ല ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 3-4 ദിവസമെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ നടത്താൻ ശ്രമിക്കുക. ഇത്തിരി ചോറുണ്ടെന്ന ആൾക്കാരാണെങ്കിൽ, ഇത്തിരി വിവേകമുള്ള ആൾക്കാരാണെങ്കിൽ, ഇത്തിരി വിവരമുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ, പ്ലീസ്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഏറ്റോളാം. ഓക്കെ, എന്റെ തലയിൽ കയറി നിരങ്ങാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ വന്നോളൂ, കുഴപ്പമില്ല. ഞാൻ എന്റെ ഉള്ളിലുള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്, മറ്റുള്ള ടീച്ചേഴ്സിന് വേണ്ടി മാത്രമാണ് സംസാരിക്കാൻ കാരണം.